കൊച്ചിയിൽ നിന്നൊരു വാർത്ത. കൊച്ചി മട്ടാഞ്ചേരി ബസാർ റോഡ് വെള്ളത്തിൽ മുങ്ങി. കനത്ത മഴയാണ് അവിടെ. കടകളിൽ വെള്ളം എത്തിയതിനെ തുടർന്ന് അരി അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾ നശിച്ചു എന്ന് പറയുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമെന്ന് ഉടമകൾ. വിനീത വിജയ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനീത, വിവരങ്ങൾ. നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല മേഖലകളിലും ഇപ്പോഴും മഴ കൂടുതൽ കനക്കുകയാണ്. ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള ബസാർ റോഡാണ് ഈ കനത്ത മഴയിൽ ദുരിതത്തിലായിരിക്കുന്നത്. റോഡിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. സമീപമുള്ള കടകളിലേക്കും വെള്ളം കയറിയിരിക്കുകയാണ്. അതിൽ ഈ അരിയൊക്കെ സൂക്ഷിച്ചിരുന്ന കടകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഏതാണ്ട് 10 ചാക്കുകളിലേക്ക് അടക്കം അരികളിലേക്കൊക്കെ വെള്ളം കയറിയ അവസ്ഥയാണുള്ളത്. അരികളൊക്കെ തന്നെ ഇനി ഉപയോഗയോഗ്യമല്ലാതെയായി എന്നാണ് ഉടമകൾ പറയുന്നത്. ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഈ ഒരു മഴ, അത് രാവിലത്തെ മഴയൊന്ന് കനത്തപ്പോൾ തന്നെ പല മേഖലകളിലേക്കും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ ടോൾ ജംഗ്ഷനിലുള്ള ബസ് സ്റ്റോപ്പ് ഒപ്പമുള്ള അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ വരുന്ന മേഖലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഈ മേഖലകളിലേക്കൊക്കെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ട്. വാഹനങ്ങൾ ഈ പാർക്ക് ചെയ്യുന്നതിനൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട്. ഈ ഇടപ്പള്ളി, ഒപ്പം തന്നെ കലൂര്, പാലാരിവട്ടം ഒക്കെ പോകേണ്ട പ്രധാനപ്പെട്ട റോഡാണ്. നമുക്കതിൽ കാണാൻ കഴിയുന്നു പോലെ വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടാണ് ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ആ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. അവിടെയൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ആളുകൾ ഒക്കെ വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഴയത്ത് വളരെയധികം ബുദ്ധിമുട്ടിയൊക്കെയാണ് ആളുകൾ ഇങ്ങനെ വരുന്നത്. അവർക്കൊക്കെ വലിയ രീതിയിലേക്കുള്ള ബുദ്ധിമുട്ടടക്കമുണ്ട്. ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ആളുകൾ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ മഴയൊന്ന് കനക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലേക്കാണ്. മഴ രാവിലെ ദുരിതത്തിലാക്കിയോ? നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഇത് തന്നെയാണ്. ഏതാണ്ട് അതിന്റെ അരികു വരെ വെള്ളം എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ കൂടുതൽ മഴ കനക്കുകയാണ് എങ്കിൽ ഈ ബസ് സ്റ്റാൻഡിനുള്ളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന മേഖല നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കയറി തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ ഈ നഗരമേഖലകളിലൊക്കെ വലിയ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലൊക്കെ മഴ കൂടുതൽ കനക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ തുടർച്ചയായി പെയ്യുന്ന മഴ അത് പല മേഖലകളിലും വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടാക്കാനുള്ളൊരു സാധ്യത തന്നെയാണുള്ളത്. അതിന്റെ ഒരു ആശങ്കയിൽ തന്നെയാണ് ഈ ആളുകളും ഉള്ളത്. കാരണം MG റോഡിലൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി മഴ കൂടുതൽ കനത്തപ്പോൾ കടകളിലേക്കടക്കം വെള്ളം കയറിയ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. നമുക്ക് ആ വാഹനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ചെറിയ രീതിയിലേക്കുള്ള ഒരു ഗതാഗത കുരുക്കിലേക്കടക്കം കാര്യങ്ങൾ ഗതാഗത സംവിധാനത്തിലേക്കടക്കം ബാധിക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. കാരണം ഈ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളക്കെട്ട് ഇനി കൂടുതൽ കനക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ഒരു ചേട്ടൻ വളരെ ബുദ്ധിമുട്ടി എത്തിയതാണ്. എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. അതെയല്ലേ? ഇവിടെ ഒരു അല്പം താഴ്ന്ന മേഖലയാണ്. വന്ന വഴിയിലൊക്കെ വെള്ളക്കെട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ വന്ന വഴിയിലില്ല. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലായല്ലേ? കളമശ്ശേരിന്ന് വന്ന രാവിലെ മുതൽ കനത്ത മഴയാണ്. ഓ, ഭയങ്കര മഴയാ, ഒരു രക്ഷയില്ല. തീർച്ചയായും അദ്ദേഹം ഊബർ ബുക്ക് ചെയ്ത് വന്നതാണ്. അദ്ദേഹം വന്ന വഴിയിൽ വെള്ളക്കെട്ടില്ല, പക്ഷേ ഈ ഭാഗങ്ങളിലേക്കൊക്കെ എത്തിയപ്പോൾ കനത്ത വെള്ളക്കെട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇങ്ങനെ വെള്ളക്കെട്ട് ഇങ്ങനെ രൂപപ്പെട്ട് തുടങ്ങുകയാണ്. വിനീത വിജി, ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളും വാർത്തകളും മഴ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഒക്കെ അറിയിക്കാനുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വേണമെങ്കിൽ സ്ക്രീനിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് വാട്സപ്പ് നമ്പർ. നിങ്ങൾക്ക് വാർത്തകളും ദൃശ്യങ്ങളും അയച്ചു തരാം. 6235968937. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ വലിയ ഉപകാരമായി. മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇത് പിൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്ക്രീനിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മഴ വാർത്തകളും ദൃശ്യങ്ങളും പ്രേക്ഷകർ അയച്ചു തരിക. നമ്മൾ ഒന്നിച്ചുള്ളൊരു യാത്രയാണ് 24-ന്റെ ഈ പ്രക്ഷേപണ പരിപാടി എന്ന് നിങ്ങൾക്കറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.